ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ചന്ദ്രനും സീതയും നീതുവിനെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് വരികയാണ്. വാ മോളെ എന്ന് പറഞ്ഞ അവർ നീതുവിനെയും കൂട്ടി അകത്തേക്ക് പോകുമ്പോൾ നീതു ചോദിക്കുന്നു, എന്താ രണ്ടുപേർക്കും പെട്ടെന്നൊരു സ്നേഹം? ക്ഷേത്രത്തിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് മാറുന്ന ആളുകളൊന്നും അല്ലല്ലോ. നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് കുടുംബമായിട്ട് ക്ഷേത്രത്തിലേക്ക് പോയത് എനിക്ക് ഓർമ്മയിൽ പോലും ഇല്ല. ചന്ദ്രനും സീതയും ചുറ്റും നോക്കുമ്പോൾ നീതു പറയണ, ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു, നിങ്ങൾ സംസാരിക്കുന്നതേ ഇല്ല. എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? സീത പറയുന്നു, ചുമ്മാ ഓരോന്ന് പറയരുത്. നീ ഇങ്ങോട്ട് വാ, ഞങ്ങളെ നീ സംശയിക്കണ്ട, തൊഴുതിട്ട് വരാം. അങ്ങനെ നീതുവിനെയും കൂടി ശ്രീകോവിലിന്റെ മുന്നിലേക്ക് പോവുകയാണ് ചന്ദ്രനും സീതയും. നീതുവിന്റെയും പ്രേമന്റെയും കല്യാണം നടക്കണമെന്ന് സീതയും ചന്ദ്രനും പ്രാർത്ഥിക്കുമ്പോൾ ഹരീഷുമായുള്ള കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റണേന്ന് പ്രാർത്ഥിക്കുകയാണ് നീതു. എന്റെ ഈ ആഗ്രഹം നടത്തി തന്നാൽ ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാട് തന്നെ ചെയ്യുമെന്നും നീതു പ്രാർത്ഥിക്കുന്നു. ഈ സമയം അവിടേക്ക് വന്ന് അഖിൽ അമ്മയെന്ന് വിളിക്കുമ്പോൾ നീതു ചോദിക്കാണ്, ചേട്ടൻ ഇവിടെ എന്ത് ചെയ്യുക? എന്താ എന്റെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന എന്റെ മനസ്സ് മാറാനുള്ള എന്തെങ്കിലും പൂജ ചെയ്യാൻ പോവുകയാണോ? അത് ചെയ്താൽ ഞാൻ ഹരീഷിനെ മറക്കുമെന്നാണോ? ഒരു പൂജയും മന്ത്രവും ഈ കാര്യത്തിൽ ഫലത്തിൽ വരില്ല. അപ്പൊ സീത പറയണ, ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ നിന്നെ പൂജയും മന്ത്രവും ചെയ്യിക്കാനായി കൂട്ടിക്കൊണ്ടുവന്നാണെന്ന്? നീ ഇങ്ങോട്ട് വാ. തുടർന്ന് അഖിലിന്റെ ഫ്രണ്ട്സിന്റെ അരികിലേക്ക് വന്ന നീതു ചോദിക്കുന്നു, പ്രേം ചേട്ടാ, ചേട്ടനെയാണോ കല്യാണം? പെണ്ണാരാ? സീത പതിയെ അഖിലിനോട് പറയുന്നു, ഇത് ശരിയാകോടാ, ഇവളാണ് പെണ്ണെന്നറിഞ്ഞാ ഇവൾ ഇവിടെ കിടന്ന് ബഹളം വെക്കും. അപ്പൊ അഖിൽ പറയണ, അതൊക്കെ നമുക്ക് നോക്കാമേ, അവളെ മാറ്റി നിർത്തി പറഞ്ഞു മനസ്സിലാക്കിയാ മതി, അവൾ അത് കേൾക്കും. നീതു എന്റെ കൂടെ ഒന്ന് വന്നേ. എങ്ങോട്ടെന്ന് നീതു ചോദിക്കുമ്പോൾ അഖിൽ പറയണ, ഞാൻ വിളിച്ചാ നീ വരില്ലേ? ഇങ്ങോട്ട് വാ പ്രേം ചേട്ടാ, ഇപ്പൊ വരാന്ന് പറഞ്ഞ് നീതു അഖിലിന്റെയും ചന്ദ്രന്റെയും സീതയുടെയും ഒപ്പം കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. ഈ സമയം തറവാട്ടമ്പലത്തിൽ വഴിപാടുകൾ കഴിപ്പിക്കുകയാണ് കിളിക്കൂട്ടിലുള്ള എല്ലാവരും. സുഭാഷിന്റെ കല്യാണം നടക്കാനായി സുധീഷ് നിധി പറഞ്ഞത് പ്രകാരം ശൂലം കുത്തുകയാണ്. ശേഷം മറ്റു വഴിപാടുകളും ചെയ്യുകയാണ് നിധിയും സുധീഷും സുഭാഷും നികേഷും ഹരീഷുമെല്ലാം. അവരുടെ ഒപ്പം ചാന്ദിനിയുണ്ട്. തുടർന്ന് നീതു ചോദിക്കുന്നു, എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്? അപ്പൊ സീത പറയുകയാണ്, നീതു നിനക്ക് ഞങ്ങളോട് അല്പമെങ്കിലും സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കണം. നീതു ചോദിക്കണം, എനിക്ക് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടെന്ന് ഞാനിപ്പോ പറഞ്ഞു? ഒരല്പം പോലും എനിക്കില്ല. എപ്പൊ എന്നെ അടിച്ച് ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയോ അപ്പോഴേ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹവും പോയി. കാര്യം എന്താന്ന് വെച്ചാ പറ. അപ്പൊ അഖിൽ പറയണേ, എന്തേ നോക്ക്, ഇപ്പൊ പ്രേമന്റെ കല്യാണമാണ്, നീ അടങ്ങി ഒതുങ്ങി നിന്നോണം. അപ്പൊ നീതു പറയണേ, പ്രേമന്റെ കല്യാണം നടന്നാൽ എനിക്കെന്താ? അതിനാണോ നിങ്ങൾ എന്നെ മാറ്റി നിർത്തി സംസാരിച്ചത്? നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? ഈ കല്യാണം കാണാനാണോ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ? പ്രേം ചേട്ടന്റെ കല്യാണമാണ് വാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ വന്നേനല്ലോ. പെണ്ണിനെ ഇതുവരെ കണ്ടില്ലല്ലോ. അപ്പൊ അഖിൽ പറയണ, നീ അടി പെണ്ണ, നിന്റെയും പ്രേമിന്റെയോ കല്യാണം നടക്കാൻ പോകുന്നത്. ഇത് കേട്ട് നീതു പൊട്ടിച്ചിരിക്കുമ്പോൾ സീത ചോദിക്കാണ്, എന്തിനടി തീച്ചിരിക്കുന്നേ? അവൻ സത്യം പറഞ്ഞത്, ആ പ്രേമിന്റെയും നിന്റെയും കല്യാണമാ. നിങ്ങൾ എന്താ എന്നെ പറ്റിക്കാൻ നോക്കുകയാണോ എന്നാ നീതു ചോദിക്കുമ്പോൾ സീത പറയാണ്, പറ്റിച്ചതൊന്നും അല്ല, നിന്റെയും പ്രേമിന്റെയും കല്യാണം അല്പസമയത്തിനുള്ളിൽ ഇവിടെ നടക്കും. ചന്ദ്രൻ പറയുന്നു, ദേ നോക്ക് മോളെ, എന്ത് നടന്നാലും ശരി ആ ഭാസ്കറിന്റെ വീട്ടിലേക്ക് നിന്നെ കല്യാണം കഴിപ്പിച്ചു വിടില്ല. ഹരീഷുമായിട്ട് നിന്റെ കല്യാണം നടന്നാൽ നമ്മുടെ വീടിന്റെ മാനവും മര്യാദയും എല്ലാം പോകും. ഒരാളും നമ്മളെ ബഹുമാനിക്കില്ല. തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റില്ല. പിന്നെ നിന്റെ ചേട്ടന്റെ ഭാവി എന്താകും? അപ്പൊ നീതു പറയണേ, ഇവന്റെ ജീവിതം എങ്ങനെയായാലും എനിക്കെന്താ? സീത പറയുന്നു, ദേ നോക്ക്, ഇന്ന് നിന്റെയും പ്രേമിന്റെയും കല്യാണമാണ്, മര്യാദയ്ക്ക് അവിടെ വന്നിരിക്കുക. ഇത് കേട്ട് നീതു ചോദിക്കണേ, ഞാൻ അവിടെ ഇരിക്കണോ? വിവരമില്ലേ നിങ്ങൾക്ക്? ഞാൻ നിങ്ങളുടെ പേരിൽ പോലീസ് കംപ്ലൈന്റ് കൊടുത്തവളാ. എന്നെ ഇങ്ങനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാനായി ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. ഞാൻ പോലീസിനെ വിളിച്ചാൽ നിങ്ങൾ എല്ലാവരും ജയിലിൽ കിടക്കും. വീട്ടുകാരെ ജയിലിൽ കാറ്റിയ പാപം എനിക്ക് വേണ്ടെന്ന് വിചാരിച്ചാൽ സമ്മതിക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ പോലീസിനെ വിളിക്കാം. അങ്ങനെ നീതു പോലീസിനെ വിളിക്കാനായി ഫോൺ എടുക്കുമ്പോൾ ഫോൺ ഇങ്ങോട്ട് താടിയെന്ന് പറഞ്ഞ് സീത ഫോൺ പിടിച്ചു മേടിക്കാനായി ശ്രമിക്കുകയാണ്. ഇങ്ങോട്ട് താടിയെന്ന് പറഞ്ഞ് അഖിൽ നീതുവിന്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങുകയാണ്. എന്റെ ഫോൺ താന്ന് പറഞ്ഞ നീതു ബഹളം വെക്കുമ്പോൾ സീത പറയണ, നീതു ഞാൻ നിന്റെ കാല് പിടിക്കാം, പറയുന്നത് കേക്ക്. അപ്പൊ നീതു പറയണ, കാലിലും കയ്യിലും ഒന്നും പിടിച്ചിട്ട് ഒരു കാര്യമില്ല, എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല. നിങ്ങൾ എന്താ വിചാരിച്ചത്, ഇങ്ങനെ ചതിച്ച് കല്യാണം നടത്താന്നോ? കൈകൂപ്പി ചന്ദ്രൻ പറയണ, മോളെ നീതു, ഞാൻ കൈകൂപ്പി അപേക്ഷിക്കുക, നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത് കേട്ട് നീതു പറയുകയാണ്, ഓ എന്തൊരു അഭിമാനോ, ഒരാൾ ഒരു കാറ് വാങ്ങിയാൽ അടുത്ത വീട്ടിലുള്ളവരാ അവരോട് സംസാരിക്കില്ല. അത്രയ്ക്ക് അസൂയ പിടിച്ച നാടാണിത്. ഈ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ എന്റെ പ്രണയം വേണ്ടെന്ന് വെക്കണം, നടക്കില്ല, ഞാൻ പോവാ, എന്നെ വിടെന്ന് പറഞ്ഞ് നീതു അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ കയറി പിടിച്ച് അഖിൽ ചോദിക്കുന്നു, നീ എങ്ങോട്ടായി പോകുന്നേ? ചന്ദ്രൻ പറയുന്നു, ദേ നോക്കുമോളെ, ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാനും നിന്റെ അമ്മയും ജീവനോടെ ഉണ്ടാകില്ല. അപ്പൊ നീതു പറയണ, ജീവനോടെ ഉണ്ടാകണ്ട, നിങ്ങളൊക്കെ മരിക്കുന്നതാ നല്ലത്. ഇത് കേട്ട് ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് സീതയും അഖിലും ചന്ദ്രനും. സീത പറയണ, കേട്ടില്ലേ ക്ഷേത്രത്തിൽ വെച്ച് ഇവള് പറയുന്നത്? അപ്പൊ നീതു പറയണ, ക്ഷേത്രത്തിൽ വെച്ചല്ലേ ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞത്, അത് തെറ്റില്ലേ? ചാകു എന്ന് പറഞ്ഞാൽ വിരട്ടുന്നു, അത് തെറ്റല്ലേ? ഞാൻ നിങ്ങളോട് മരിച്ചോളാൻ പറഞ്ഞത് മാത്രമാണോ തെറ്റായി പോയത്? എനിക്ക് പ്രേമിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല, ഇത് എന്റെ ജീവിതമാണ്, അത്രയ്ക്ക് ഈസി ആയിട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പൊ അഖിൽ പറയണ, അതേ നോക്ക്, നീ എത്ര ബഹളം വെച്ചാലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇങ്ങോട്ട് വരില്ല. നിന്റെയും പ്രേമിന്റെയും കല്യാണം ഇവിടെ വെച്ച് നടക്കും. ഇത് കേട്ട് നീതു പറയണ, ആ നടക്കും നടക്കും, നീ വേണമെങ്കിൽ അവനെ കെട്ടിക്കോ, ഞാൻ എന്തിനാ അവനെ കല്യാണം കഴിക്കണം? എനിക്ക് എന്റെ ഹരീഷ് ഉണ്ട്. അപ്പൊ സീത പറയണ, നീ എന്താടി പറയുന്നത്? ഇന്ന് ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങൾ മൂന്നുപേരും വീട്ടിലേക്ക് തിരിച്ചു വരില്ല, ഞങ്ങൾ ചത്തുകളയും. നീ ആ ഹരീഷിനെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക. ഞങ്ങൾ മൂന്നുപേരും ഇല്ലാതായിട്ട് നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ പോ
പോയി ജീവിക്കടി പോടി. ഇത് കേട്ട് നീതു പറയണ ഈ സെന്റിമെന്റൽ ആയിട്ടുള്ള സംസാരമൊന്നും ഇവിടെ വേണ്ട. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. സീത പറയണ ഞങ്ങൾ മരിക്കില്ലെന്നാണോ നിന്റെ വിചാരം? സത്യമായിട്ട് ഞാൻ പറയുവാ, നീ ഇപ്പൊ വന്ന അവിടെ ഇരുന്നില്ലെങ്കിൽ ഞങ്ങളെ ആരെയും നീ ജീവനോടെ കാണില്ല. വാ വന്നിരിക്ക്. അപ്പൊ നീതു പറയണ പറ്റില്ല പറ്റില്ല പറ്റില്ല. അപ്പൊ അഖിൽ പറയണ അമ്മേ ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ നീതുവിനെ പിടിച്ചു വലിക്കുകയാണ് അഖിൽ. വീടടാന്ന് പറഞ്ഞ നീതു ബഹളം വെക്കുമ്പോൾ നീതുവിനെ പിടിച്ചു വലിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുകയാണ് അഖിൽ. സീതയും ചന്ദ്രനും പിന്നാലെ വരുന്നു. പ്രേമും ഫ്രണ്ട്സും അവരെ ശ്രദ്ധിക്കുകയാണ്. വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് നീതുവിനെ പ്രേമിന്റെ അരികിലേക്ക് കൊണ്ടു നിർത്തുമ്പോൾ നീതു ചോദിക്കുന്നു, പ്രേം ചേട്ടാ നിങ്ങൾക്കും വിവരമില്ലേ? എനിക്ക് ഹരീഷിനെ ഇഷ്ടമെന്ന് പ്രേം ചേട്ടനും അറിയാലോ, എന്നിട്ട് എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണോ? മിണ്ടാ നിൽക്കടിയെന്ന് അഖിൽ പറയുമ്പോൾ പ്രേമം പറയുകയാണ്, നീതു നിന്റെ ചേട്ടനെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീതു ചോദിക്കുന്നു, എല്ലാം അറിഞ്ഞിട്ടാണോ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നത്? നാണോ ഇല്ലേ നിനക്ക്? എനിക്ക് മറ്റൊരാളെയാണ് ഇഷ്ടമെന്ന് അറിഞ്ഞിട്ടും എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്നു. നാണോ ഇല്ലടോ തനിക്ക്? അപ്പൊ അഖിൽ പറയണ മിണ്ടരുത്. എടാ ആളെയാ ക്ഷമിക്ക്, ഇവള് പറയുന്നൊന്നും കാര്യമാക്കി എടുക്കണ്ട. കല്യാണം കഴിഞ്ഞാൽ കുറച്ചുനാൾ കഴിയുമ്പോൾ എല്ലാം ശരിയാകും. അപ്പൊ നീതു പറയണ ഞാൻ ശരിയാകില്ല, ഞാൻ ഹരീഷിനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. ഇപ്പൊ ഹരീഷ് എന്നെ വന്ന് വിളിച്ചാലും ഞാൻ ഇറങ്ങിപ്പോകും. ഒരു തവണ ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതാ, അതറിയാമോ നിങ്ങൾക്ക്? എനിക്കന്ന് അവനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഹരീഷിനെ ഇനിയും കല്യാണം കഴിക്കില്ല എന്നർത്ഥമില്ല. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഹരീഷിനെ കല്യാണം കഴിക്കൂ. ദയവ് ചെയ്ത് ഇവര് പറയുന്നത് കേട്ട് എന്നെ കല്യാണം കഴിക്കാമെന്ന് വിചാരിക്കണ്ട. ഒരിക്കലും ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്നില്ല. എന്നോട് ഒരു വാക്ക് പോലും പറയാതെ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വിരട്ടി കല്യാണം നടത്താൻ ശ്രമിക്കുന്നു. സീത പറയുന്നു, വാ ഇടയ്ക്കടി, നീ പറയുന്ന എല്ലാ കാര്യവും പ്രേമിനറിയാം. എല്ലാം അറിഞ്ഞിട്ട് നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ച നല്ല പയ്യനാ. മര്യാദയ്ക്ക് എവിടെ ഇരിക്കെ. പറ്റില്ലെന്ന് നീതു പറയുമ്പോൾ പ്രേം ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. അരികിലേക്ക് ഒന്ന് അഖിൽ പറയുന്നു, അളിയ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, ഈ കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാകും. ഇവൾ അറിയാതെ കല്യാണം നടത്താൻ ശ്രമിക്കുന്നതിനാ ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. നീ ഒന്ന് ക്ഷമിക്ക് പ്ലീസ് അളിയ, ഇരിക്കെ. അങ്ങനെ പ്രേമിനെ പിടിച്ച് അവിടേക്ക് ഇരുത്തുകയാണ് അഖിൽ. തിരുമേനി പെട്ടെന്ന് മന്ത്രം ചൊല്ലാൻ നോക്ക്. ഇരിക്കടി അവിടെ എന്ന് പറഞ്ഞ് സീത നീതുവിനെ പിടിച്ചു വലിച്ച് പ്രേമിന്റെ അരികിലേക്ക് ഇരുത്തുകയാണ്. എനിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ല, എന്നെ വിടമെന്ന് പറഞ്ഞ് നീതു അവിടെ എഴുന്നേൽക്കുമ്പോൾ അഖിലും സീതയും കൂടി അവിടെ ഇരിക്കടി എന്ന് പറഞ്ഞ് നീതുവിനെ പിടിച്ച് വീണ്ടും അവിടേക്ക് ഇരുത്തുകയാണ്. അടുത്തുള്ള വീട്ടുകാരും ബന്ധുക്കളും എല്ലാം അവിടേക്ക് വരുന്നു. ഇത് കണ്ട് ഞെട്ടി ചുറ്റും നോക്കുകയാണ് നീതു. നീതു ചോദിക്കുന്നു, എന്താ എല്ലാവരും ഗിഫ്റ്റുമായിട്ട് വന്നേക്കുന്നത്? എല്ലാം നേരത്തെ ഉള്ള പ്ലാൻ ആയിരുന്നു അല്ലേ? ഞാൻ പോവാ, എന്നെ വിട്ടേരമ്മേ. മര്യാദയ്ക്ക് അവിടെ ഇരിക്കടി എന്ന് പറഞ്ഞ് നീതുവിനെ എഴുന്നേൽക്കാൻ സമ്മതിക്കാതെ പിടിച്ച് അവിടേക്ക് ഇരുത്തുകയാണ് സീത. ഇവിടെ നിന്ന് നീ അങ്ങോട്ടും പോകില്ല, ഈ കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതി. തിരുമേനി പെട്ടെന്ന് മന്ത്രം ചൊല്ലി താലി എടുത്തു കൊടുക്ക്. നീതു തിരുമേനിയോട് ചോദിക്കുന്നു, എടോ വിവരമില്ലേ തനിക്ക്? ഇവിടെ ഒരുത്തി കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നത് കേൾക്കുന്നില്ലേ? എന്നിട്ട് മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എനിക്കിഷ്ടം ഹരീഷിനെയാണെന്ന്, എന്നിട്ടിപ്പം ഗിഫ്റ്റുമായിട്ട് വന്നിരിക്കുന്നു. എല്ലാവരും ചേർന്ന് എന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നു. ആരെങ്കിലും ഒന്ന് എതിർക്ക്, ഇല്ലെങ്കിൽ പോലീസിനെ വിളിക്ക്. പ്രേം ചേട്ടാ ദയവ് ചെയ്ത് ഈ കല്യാണം വേണ്ട, എനിക്ക് ഹരീഷിനെ ഇഷ്ടം, ഒന്ന് മനസ്സിലാക്ക്. നിങ്ങൾക്കാർക്കും കണ്ണു കാണാൻ പറ്റുന്നില്ലേ? എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല, ഞാൻ പോവാം. വായുടെ ചിരിക്കടി എന്ന് പറഞ്ഞ് സീത നീതുവിന്റെ വാ മുത്തുമ്പോൾ ഒന്ന് പോവും എന്ന് പറഞ്ഞ് സീതയുടെ കയ്യിൽ കടിക്കുകയാണ് നീതു. സീത ചോദിക്കുന്നു, നീ ഇത്രയൊക്കെ ബഹളം വെച്ചിട്ടും ആരെങ്കിലും രക്ഷിക്കാൻ വന്നോ? എല്ലാവരും ഞങ്ങളുടെ ഒപ്പമാ, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മിണ്ടാതിരുന്നോണം അവിടെ. നീതു പറയാണ്, നിങ്ങൾ എല്ലാവരും ചത്തു എന്ന് പറഞ്ഞാലും ഞാൻ ഈ കല്യാണം കഴിക്കില്ല. എടാ ഞാൻ ഹരീഷിനെയാണ് പ്രണയിക്കുന്നത്, നിനക്ക് മനസ്സിലാകുന്നില്ലടാ. പ്രേം പുഞ്ചിരിച്ച് നീതുവിനെ നോക്കുകയാണ്. നീതു പറയുന്നു, നീ എന്റെ അടുത്തിരുന്നെന്ന് ഹരീഷ് അറിഞ്ഞാൽ നിന്നെ കൊല്ലും, മര്യാദക്ക് എഴുന്നേറ്റ് പോടാ. അപ്പൊ പ്രേം പറയാണ്, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ നീതു ഞാൻ നിന്റെ അടുത്തിരിക്കുന്നത്, കുറച്ചേരം നീ മിണ്ടാതിരിക്കെ. നീതു ചോദിക്കുന്നു, ഇത്രയ്ക്ക് മാനം കെട്ടവനാണോ നീ? ഒരു പെണ്ണ് വേറൊരു പയ്യനെ പ്രണയിക്കുന്നു എന്ന് പറയുന്നു, അങ്ങനെയുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുവാടാ? ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ പ്രേം പറയുകയാണ്, എന്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇത് കേട്ട് നീതു പറയുന്നു, അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ഒരു മലയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാട്, എന്തിനാ എന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അപ്പൊ സീത പറയണ, തിരുമേനി ആ താലി എടുത്ത് പെട്ടെന്ന് കൊടുക്ക്. തിരുമേനി താലി എടുത്ത് കൊടുക്കുമ്പോൾ പ്രേം സന്തോഷത്തോടു കൂടി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് നീതുവിന്റെ കഴുത്തിലേക്ക് ആ താലി കെട്ടാനായി തുടങ്ങുകയാണ്. പെട്ടെന്ന് ഒന്ന് ആലോചിച്ച് നീതു ഉറക്കെ പറയുന്നു, ഞാൻ പ്രഗ്നന്റാ. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയും പ്രേം താലി കെട്ടാതെ ഞെട്ടി നീതുവിനെ നോക്കുകയുമാണ്. പ്രേമിന്റെ കയ്യിൽ നിന്നും താലി വാങ്ങിച്ച് വലിച്ചെറിഞ്ഞ് അവിടെ ഇരിക്കുന്ന ഹാരമൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് നീതു. സീത പറയുന്നു, ഇവള് പറയുന്നത് പച്ചക്കള്ളവാ, ആരും വിശ്വസിക്കരുത്. അപ്പൊ നീതു പറയണ, ഞാൻ കള്ളമൊന്നും അല്ല പറഞ്ഞത്, ഞാൻ 2 മാസം പ്രഗ്നന്റാ. എല്ലാവരും ഞെട്ടി വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ്. നീതു പറയുന്നു, ഈ കാര്യം ഹരീഷിനും അറിയാം. സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ അവൻ എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ പറഞ്ഞാൽ വഴക്ക് പറയാന്ന് അറിയാവുന്നത് കൊണ്ടാ ഞാൻ പറയാഞ്ഞത്. അപ്പൊ സീത പറയണ, മിണ്ടരുത്, കല്യാണം മുടക്കാൻ നിനക്ക് വേറൊരു വഴിയും കിട്ടിയില്ലേ മോനെ? ഇവള് പറയുന്നത് പച്ചക്കള്ളവാ, ഇരിക്ക്. ചന്ദ്രൻ പറയണ, മോളെ നീതു കല്യാണം മുടക്കാൻ വേണ്ടി ഇങ്ങനെ കള്ളം പറയരുത്, ഇത് നിന്റെ ജീവിതത്തിന്റെ കാര്യമാ. അപ്പൊ നീതു പറയാണ്, അത് തന്നെ അച്ഛാ ഞാനും പറയുന്നത്, ഇത് എന്റെ ജീവിതമാ. നിങ്ങൾക്ക് ഇപ്പൊ ആണെങ്കിൽ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാം, സ്കാൻ ചെയ്യാം, അപ്പൊ അറിയാം ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. ഞാൻ 4 തവണ ടെസ്റ്റ് ചെയ്തതാ, അപ്പോഴെല്ലാം ഞാൻ പ്രഗ്നന്റ് ആണെന്ന് കണ്ടു. ദേ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങിച്ചോണ്ട് വന്നാൽ ഞാൻ സത്യം തെളിയിച്ചു തരാം. അങ്ങനെ അല്ലെങ്കിൽ എന്റെ ഫോണില് ഹരീഷിന്റെ നമ്പർ ഉണ്ട്, ഹരീഷിനെ ഫോൺ വിളിച്ച് ചോദിച്ചോ, ഞാൻ പ്രഗ്നന്റ് ആണോ അല്ലയോന്ന് അവൻ തന്നെ പറയും. ഹരീഷിന്റെ കുഞ്ഞ് എന്റെ വയറ്റിലുണ്ട്, ഇപ്പോഴും നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കണം. അഖിൽ പറയുന്നു, എടാ ഇവള് പറയുന്നത് പച്ചക്കള്ളോ, ഇവളെ വിശ്വസിക്കരുത്. നീതു ചോദിക്കണേ, ഏതെങ്കിലും ഒരു പെണ്ണ് ഇങ്ങനെ ഒരു കാര്യം കള്ളം പറയോ? ഞാൻ പ്രഗ്നന്റ് ആണ്, ഹരീഷിന്റെ കുഞ്ഞാണ്
എന്റെ വയറ്റിൽ വളരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? സീത ചോദിക്കുന്നു, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത്? നിനക്ക് നാണമില്ലേ? അപ്പൊ നീതു പറയണ, ഞാൻ എന്തിനു നാണിക്കണം? എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണ്. ഹരീഷിന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുന്നു. ഈ സത്യം ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇയാളുടെ ജീവിതം എന്താകും? ഈ പ്രേംചേട്ടന്റെ ജീവിതം കൂടി ഞാൻ നശിപ്പിക്കില്ലേ? ദേ നോക്ക്, ഞാൻ പ്രഗ്നന്റ് ആണ്. ഇനി എന്നെ കല്യാണം കഴിക്കാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. അഖിൽ പറയണ, അളിയ ഇവള് പറയുന്നത് കള്ളോ? അവളെ വിശ്വസിക്കരുത്. നീതു പറയണ, വാ ഞാൻ കള്ളം പറയുകയൊന്നുമല്ല. ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാം. അപ്പൊ ഡോക്ടർ പറയും ഞാൻ പ്രഗ്നന്റ് ആണോ അല്ലയോന്ന്. ഞാൻ ഹരീഷിന്റെ കുഞ്ഞിനെ പ്രസവിക്കും. ഇതെല്ലാം നിന്റെ ഫ്രണ്ടിന് ഓക്കെയാണോ? പ്രേം പറയുന്നു, നീ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ ഇത് പറഞ്ഞില്ല. അങ്ങനെ പ്രേമും ഫ്രണ്ട്സും അഖിലിനെ കുറ്റപ്പെടുത്തുകയാണ്. ഇവള് പറയുന്നത് വിശ്വസിക്കരുതെന്ന് അഖിൽ പറയുന്നെങ്കിലും അങ്ങോട്ട് മാറി നിൽക്കടാ, ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞ് പ്രേം ഫ്രണ്ട്സിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. ആളുകൾ എല്ലാവരും അവിടെ നിന്ന് പോകുന്നു. പ്രേമിന്റെ പിന്നാലെ പോവുകയാണ് അഖിൽ. നീ നിന്റെ ജീവിതം നശിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞ് സീത കരഞ്ഞുകൊണ്ട് നീതുവിനെ തല്ലുമ്പോൾ ചന്ദ്രൻ പറയണം, ഇതൊരു ക്ഷേത്രമാണ്, ഇവിടെ വെച്ച് ഒന്നും സംസാരിക്കേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാം. പിന്നീട് കാണിക്കുന്നത് തറവാട്ടമ്പലത്തിൽ തൊഴുതു പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും. അവിടേക്ക് വന്ന വെളിച്ചപ്പാട് വാളെടുത്ത് ഉറങ്ങി തുള്ളുമ്പോൾ സുഭാഷും ചാന്ദിനിയും നികേഷും ഹരീഷും സുധീഷും നീതുവും ലളിതയും സുനന്ദയും അശ്വിനുമെല്ലാം തൊഴുതു പ്രാർത്ഥിക്കുകയാണ്. ഭാസ്കരനും അവിടേക്ക് വന്ന് തൊഴുതു പ്രാർത്ഥിക്കുന്നു. സുഭാഷിന്റെ അരികിലേക്ക് വന്ന വെളിച്ചപ്പാട് പറയുന്നു, അവസാനം അമ്മയുടെ സന്നിധിയിൽ എത്തിയല്ലേ, ഇനിയെല്ലാം നന്നായി വരും. ഇനി എന്തെങ്കിലും അമ്മയോട് ചോദിക്കാനുണ്ടോ? അപ്പൊ നിധി ചോദിക്കാണ്, സുഭാഷ് ഏട്ടന്റെ കല്യാണം എപ്പോ നടക്കുമെന്ന് അറിയാൻ. അപ്പൊ വെളിച്ചപ്പാട് പറയാണ്, നടക്കാതെ പോയ കല്യാണം നടക്കും. ഇത് കേട്ട് പുഞ്ചിരിച്ച് നിധി സുഭാഷിനെയും ചാന്ദിനിയെയും നോക്കുകയാണ്. നിധിയെയും സുധീഷിനെയും അത് നോക്കിയിട്ട് വെളിച്ചപ്പാട് പറയുന്നു, നടന്നിട്ടും ഉറക്കാതെ പോയ കല്യാണം ഉറയ്ക്കും. ഇത് കേട്ട് സുധീഷ് നിധിയെ നോക്കുകയാണ്. സുഭാഷും ചാന്ദിനിയും തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ദേഹത്തേക്ക് പൂക്കളിട്ട് അനുഗ്രഹിക്കുകയാണ് വെളിച്ചപ്പാട്. ഇത് കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് സുനന്ദയും മറ്റെല്ലാവരും. തുടർന്ന് ചാന്ദിനിയും സുഭാഷും വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ച് സംസാരിക്കുകയാണ്. ചാന്ദിനിയുടെയും സുഭാഷിന്റെ അടുപ്പം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അവർ ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് സുനന്ദ. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്